നമുക്കൊരു പാർട്ട്ണർ വേണം, നല്ലൊരാളെ സെലക്ട് ചെയ്യാം. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി നുണയും കൊതിയൊക്കെ പറയാനും തല്ലുകൂടാൻ ഒരാൾ വേണമല്ലോ. ഇപ്പം മൂവീസിൽ ചെല്ലുമ്പോഴും ഞാൻ ചോദിക്കണേ, പൂറ കോട്ടൺ സാരിയാണോ നൈറ്റിയാണോ? റിച്ച് ആയിട്ടുള്ള ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ. എന്നാ കാര്യത്തിന്? സമാധാനായിട്ട് ഉറങ്ങാൻ. സാധാ സിമ്പിൾ സാരിയാണ്. എൻ്റെ 50 രൂപയുടെ സാരിയൊക്കെ ഉണ്ട്. കാശ് ചെലവല്ലേ, ഫുൾ ഡ്രസ് മേടിച്ചിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും, ആ പടം കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, കണ്ടില്ല. കാണാതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരട്ടെ. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം കേട്ടോ. തല്ലുകൊള്ളി സ്വഭാവമാണ്. അടിക്കാനായിട്ടാ വന്ന, പക്ഷെ മുഖത്തൊക്കെ ചിരിച്ചോത്തേക്കും പക്ഷെ അതൊരു സന്തോഷമാണ്. കോമഡി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇത് വന്ന് കുറെ മൂവീസ് പോയിട്ടുണ്ട്. 2-3 മക്കളായിട്ടുള്ളവര്, നീ ഇങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾക്ക് സഹിക്കില്ല. ഞാൻ എന്നോട് എല്ലാരും പറയും ആണ് വെറുതെ ഉള്ള സമാധാനം കളയണം. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. എന്റെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോകുന്നത് അഞ്ജന അപ്പുകുട്ടനാണ്. അഞ്ജന ചേച്ചി, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ. അതെ അതെ അതെ. അപ്പം പുതിയ വർക്ക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം കൂടെ കുഴപ്പമില്ലാണ്ട് പോണു. ഇപ്പോ മഴവിൽ മനോരമയില് സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നു. ചേച്ചിയുടെ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി സിനിമയിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, സീരിയലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലും ഏതാ ഫേവറേറ്റ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും പ്ലാറ്റ്ഫോമിൽ വരിക, ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക, ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു ബ്ലെസ്സിംഗ്. അതെ അതെ. ഓക്കെ, ചേച്ചിയുടെ ഷോസിന്റെ കാര്യം പറയുമ്പോഴേ നമുക്കിങ്ങനെ ഭയങ്കര എടുത്തു പറയേണ്ടത് ലൗഡ് സ്പീക്കർ ആണ്. അതിന് കിട്ടിയ ഒരു റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് റെക്കഗ്നിഷൻ ആയിരുന്നു അല്ലേ? അത് പക്ഷേ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അല്ല, പക്ഷെ എനിക്ക് ആ സമയത്ത് കുറെ വർക്കുകൾ മിസ്സായിട്ടുണ്ട്. കാര്യം പിന്നെ പേര് പറയില്ല, ഒരു വലിയൊരു ഡയറക്ടർ ഞാൻ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വേറൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ദേ നിന്നെ ഒരാൾ നോട്ടോട്ടിരണം. ഞാൻ പറഞ്ഞു, ആരാ? ഞാൻ വെച്ചാൽ വല്ല ചാൻസ് ആണെന്ന് വിചാരിച്ചു. ആള് വിളിച്ചു തന്നിട്ട് ആ സാറ് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു മൂവി ഞാൻ ഇത് പറഞ്ഞു അന്ന ദിവസം തന്നെ ഇതായിട്ട്. അതെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. പക്ഷെ അന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു, സാർ അതല്ല, അത് സ്ക്രിപ്റ്റഡ് ആണ്, എന്നാലും ഞാൻ കുറച്ചാണ് പറയുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആണ്, പ്യുവർലി സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറെ ഞാൻ സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇല്ല ഞാൻ അങ്ങനെയല്ല, നമ്മളും ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, നമ്മളൊരു വർക്ക് പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമുക്കറിയാം. അതെ, A to Z ആൾക്കാരും അതിൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, ആ പടം കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, കണ്ടില്ല. കാണാതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരട്ടെ. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം കേട്ടോ. ആ സമയത്ത് നമ്മൾ ലൗഡ് സ്പീക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആയിരുന്നു അത്? അല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടായതല്ലേ? പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങനെ ഇതായത്. വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ലൗഡ് സ്പീക്കർ ചെയ്യുന്ന സമയത്ത്? എന്നെ സംബന്ധിച്ച് എല്ലാരും, ഞാൻ പറയട്ടെ, ഞാൻ ചിലരോടൊക്കെ ചോദിക്കുക, ലൗഡ് സ്പീക്കർ ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട് കേട്ടോ. കാര്യം ചിലർ പറയും ഞങ്ങൾ സീരിയൽസ് ഒന്നും കാണാറില്ല, അങ്ങനെ ഇതായിട്ട് പറയുന്ന ആൾക്കാർ. പക്ഷെ ഇത് ലൗഡ് സ്പീക്കർ, അപ്പൊ ഞാൻ എടുത്ത വായിക്ക് ചോദിക്കണം, അപ്പൊ കുശുമ്പും കുന്നായ്മയും താല്പര്യം കൂടുതലല്ലേ, അങ്ങനെ ഇതായിട്ടേ പറയുള്ളൂ. എനിക്കങ്ങനെ വേറെ അങ്ങനെ മോശം ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ എന്നോട് ആവശ്യമില്ലാത്തൊന്നും ചോദിക്കല്ലേ, എനിക്ക് വയ്യ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഷോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ഇങ്ങനെ പല പല ഒപ്പീനിയൻസ് ആൾക്കാർ പറയുന്നതിനൊക്കെ ചേച്ചി എങ്ങനെ ഡീൽ ചെയ്യുക? അല്ല, ആക്ച്വലി എന്താ വെച്ചാൽ ലൗഡ് സ്പീക്കർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും മീഡിയ ഒന്നും
ഇത്ര ഇതല്ലായിരുന്നു. അതെ അതെ. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും മിണ്ടിയ അവിടുന്ന് അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ഒരു ജോബ് അതാണല്ലോ. പക്ഷെ അന്ന് അത്രയും ഇതല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. മനസ്സിലായി. ഇപ്പൊ ഓരോ ഫാൻസ് ആൾക്കാരുണ്ട്, ഓരോ ആർട്ടിസ്റ്റൊക്കെ ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ പറയാം, മറ്റേ വിജയ് സാറിന്റെ പുലി ഇറങ്ങിയ സമയത്ത് ഇതുപോലെ അന്നൊരു ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഡയറക്റ്റ് ആരും വിളിച്ചിട്ട് ഇത് ചെയ്യാറില്ല. അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇതായിട്ട് പറയും. പിന്നെ ചാനലിലെ റിസപ്ഷനിലുള്ള പിള്ളേർ പറയും, ചേച്ചി ഞങ്ങൾ കേട്ട് മടുത്ത് അവരെ വിളിച്ചിട്ടാണ് ഫയറിങ്. ഈ ഫാൻസുകാരൊക്കെ ചിലവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഞങ്ങള് റോഡ് സൈഡിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ പുലിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആരെങ്കിലും തീയൊന്നറിയില്ല. അപ്പൊ എനിക്ക് അത് ഇങ്ങനെ അവിടെ വിളിച്ച് പറയുന്നോണ്ട് എനിക്ക് അത് കാണുമ്പോ പേടിയായിരുന്നു. അല്ലാതെ അങ്ങനെ വേറെ അങ്ങനെ മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ വർക്കിന്റെയും കൂടെ ഒരു ഭാഗമാണ്. നമ്മൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരിക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ അറിയുക എന്നുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. ഉണ്ട്. ഞാൻ ഒട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചൊരു ഡ്രോബാക്ക് ആണ്. അതെന്താന്നറിയില്ല, പണ്ടേ ഞാൻ അതിനാണ്. ഇപ്പൊ നമ്മളുടെ ഈ ആൾക്കാരുടെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ്, പക്ഷെ അല്ലാണ്ട് ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയും ബ്രദറും ആണുള്ളത്. ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള സിംഗിൾസിനോട് എന്താ ചേച്ചി പറയാനുള്ളത്? കണ്ണ് തുടച്ചുകൊണ്ട് പറയണോ ചേച്ചി? വേണ്ടല്ലേ? വേണ്ട. സിംഗിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ എന്റെ ഫ്രണ്ട്സ് 2-3 പേര് 2-3 മക്കളായിട്ടുള്ളവര്, നീ ഇങ്ങനെ നടക്കണോണമ്മേ, ഞങ്ങൾക്ക് സഹിക്കില്ല. ഞാൻ എന്നോട് എല്ലാരും പറയാണ് വെറുതെ ഉള്ള സമാധാനം കളയണം. അപ്പൊ സിംഗിൾസിനോട് പറയാൻ ഇത്രേ ഉള്ളൂ, വെറുതെ ഉള്ള സമാധാനം കളയണം. എന്നാലും ചേച്ചി ഏതെങ്കിലും ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്കൊരു പാർട്ട്ണർ വേണം എന്നൊക്കെ തോന്നുന്നു? തീർച്ചയായിട്ടും. അതിപ്പോ എത്ര എങ്ങനെ പറഞ്ഞാലും അതിപ്പോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഏജിന്റെയോ ആ ഒരു നമ്മുടെ ഒരു പ്രൊഫഷനിൽ നമ്മളിപ്പോ അങ്ങനെ ഇങ്ങനെ നടക്കുന്നോണ്ടായിരിക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ സിംഗിൾസിനോട് അങ്ങനെ പറയാതെ ഞാൻ ചുമ്മാ തമാശ പറയണം കേട്ടോ. അങ്ങനെയല്ല, നമുക്കൊരു പാർട്ട്ണർ വേണം, നല്ലൊരാളെ സെലക്ട് ചെയ്യാം. കാര്യം നമ്മുടെ പ്രൊഫഷനെ മനസ്സിലാക്കുന്നതും, കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ്. ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നല്ല ആൾക്കാരെ മനസ്സിലാക്കുന്ന ഒരാളെ, നല്ലൊരു ഫാമിലി, നമ്മുടെ ഫാമിലിയെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം എന്നേ ഞാൻ പറയില്ല. കാരണം നമ്മൾ അതെ, നമ്മളിനി എന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി നുണയും കൊതിയൊക്കെ പറയാനും തല്ലുകൂടാനും ഒരാൾ വേണമല്ലോ. ഒരു പാർട്ട്ണർ നല്ലൊരാളെ സെലക്ട് ചെയ്യാന്നുള്ളൂ. ഇപ്പൊ ചേച്ചി പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ കാര്യങ്ങൾ, സിറ്റ്കോം കോമഡീസ് ഒക്കെ ചെയ്യും, സീരിയൽസ് ചെയ്യും. അപ്പം ചേച്ചിക്ക് എന്താ കംഫർട്ടബിൾ? അതായത് കംഫർട്ടബിൾ എന്നല്ല, കുറച്ചും കൂടെ സോഷ്യലി റെലവെന്റ് ആയിരിക്കും നമ്മൾ സറ്റയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. പൊളിറ്റിക്കൽ സറ്റയറും ഈ സിറ്റ്കോം സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ പൊളിറ്റിക്കലി റെലവെന്റ് ആയിരിക്കും. അപ്പൊ ചേച്ചിക്ക് ഒരു ഫൺ പരിപാടി അല്ലെങ്കിൽ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത്? തീർച്ചയായിട്ടും സിറ്റ്കോം ആണ്. സിറ്റ്കോം അത് സീരിയൽസ് മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ കൂടുതൽ സിറ്റ്കോംസ് ആണ് ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ചാല് മെയിനായിട്ട് ചിലതിൽ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടാവും, ചിലതിൽ ത്രെഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ ആ ഡയലോഗ്സ്, അതിലുള്ള ഡയലോഗ്സ് തന്നെ നമ്മൾ പറയുക. ഇതിലങ്ങനെയല്ല, ഇതിലുള്ള ഡയലോഗ്സ് അല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമ്പോൾ വെച്ചാൽ നമ്മുടെ ഒരു കാലിബർ നന്നായിട്ട് ആവും എന്നുള്ള ഒരു ഇതാണ്. അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഡബ് ചെയ്യാൻ പോണ്ട, സ്പോട്ട് ഡബാണ്. പിന്നെ മറ്റേല പോലെ ഒരുപാട് കോസ്റ്റ്യൂംസ് ആവശ്യം വരാറില്ല. സിറ്റ്കോമിൽ മിക്കവാറും സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, ഹോംലി ഇത് അങ്ങനെയൊക്കെ ആയിരിക്കും. റിയൽ സാധനങ്ങളാണല്ലോ പോർട്രേ ചെയ്യുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്, അങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴാണ്, ഈ സീരിയലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതുവെ ആർട്ടിസ്റ്റ് ഒക്കെ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയും ഒരുപാട് പൈസ ഡ്രസ്സിന് വേണ്ടി ചെലവാകും എന്ന് പറയും. ശരിക്കും ആണോ? ഒത്തിരി പൈസയാവും? നമ്മൾ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം എടുക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസയാവും? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഞാൻ വളരെ കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ചെയ്തിരിക്കണമൊക്കെ ഇതുപോലെ ഞാൻ പറയാം, കോമഡി ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ക്യാരക്ടേഴ്സ്
ഉണ്ടാവാറില്ല. അതിപ്പോൾ മെയിൻ ഹീറോയിൻ്റെ അമ്മ മറ്റേ വില്ലത്തി അങ്ങനെയുള്ള അല്ല വലിയ പോഷ് വീട്ടിലെ അങ്ങനെയുള്ളവർ. അപ്പം എനിക്കെല്ലാം കൂടുതലും സിമ്പിൾ. ഇപ്പം ഞാൻ ചെയ്യുന്ന സൂപ്പർ കൺമണിയിലും സാധാരണക്കാരാണ്, നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം സാധാ സിമ്പിൾ സാരിയാണ്. എൻ്റെ 50 രൂപയുടെ സാരിയൊക്കെ ഉണ്ട്, 45 രൂപയുടെ സാരി 50 രൂപ. നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവല്ലോ ഇങ്ങനെ നമ്മൾ ബൾക്കായിട്ട് പോയി മേടിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണും. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അതുപോലെ 45 രൂപയ്ക്ക് സാരി ഉണ്ട്, ആ ഒരു ഇതിലാണ് വാങ്ങിക്കണേ. പക്ഷെ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. പെട്ടെന്നൊരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാരികളൊക്കെ ഒന്നിച്ച് വാങ്ങിക്കണ്ടേ. അപ്പം നമ്മൾ സീരിയലിലൊക്കെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ വലിയ റിച്ച് വീട്ടിലോട്ട് എന്നെ വിളിക്കരുത്, സാധാരണ ഒരു വീടാവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ റിച്ച് വീട്ടിലേക്ക് വിളിക്കാറേ ഇല്ല. എപ്പോഴും ഇപ്പൊ മൂവീസിൽ ചെല്ലുമ്പോഴും ഞാൻ ചോദിക്കണേ പൂറ കോട്ടൺ സാരിയാണോ നൈറ്റിയാണോ, റിച്ച് ആയിട്ടുള്ള ഫേമസ് വായിച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് വേണമെന്നുണ്ടോ? ഒരു വൺ റിച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ച് വൺ റിച്ച് ആയിട്ട് വന്ന് വലിയ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. സീ കേരളത്തിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ആകാശവാണി പങ്കജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ജോലി ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടറാണ്. പക്ഷെ വരുന്നത് ഒരു പാട്ട കൈനറ്റൊക്കെ ഉണ്ടെങ്കിലും എങ്ങും ചെറിയ കൺട്രി ഫ്രീക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ സാറ് ഫൈസൽ അടിമാലിയായിരുന്നു. സാറ് പറഞ്ഞു നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഒരുങ്ങിക്കോ. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ ഓരോന്നും മറ്റേ ഹെയർ ബാൻഡില്ലേ മുയലിന്റെ ചെവിയൊക്കെ ഉള്ള, എനിക്കങ്ങനെ റയറായിട്ട് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കണതേ. അപ്പൊ എനിക്ക് ഭയങ്കര, ഞാൻ കുറേ ഹെയർ ബാൻഡൊക്കെ വെച്ച് മുയലിന്റെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് പൂറ കളറ് ഈ മറ്റേ വലിയ കമ്മലൊക്കെ ഇട്ടിട്ടേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇത് കാണുമ്പോഴേ സാറ് ചിരി തുടങ്ങി. സന്തോഷായി, നമ്മുടെ ക്യാരക്ടർ വർക്കായല്ലോ. പിന്നെ ഒരു പ്രാവശ്യം ഇടുന്നൊക്കെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ഇടാൻ പറ്റൂലല്ലോ. ഞാനിടും. എങ്ങനെ അപ്പൊ അത് ഉടനെ തന്നെ ഇടില്ലായിരിക്കും? ഇല്ല, ഉടനെ ഇല്ല, ഒരു 5-6 ഷെഡ്യൂളൊക്കെ കഴിയുമ്പോൾ ഇതാവും. പിന്നെ വെച്ചാൽ അത് ശ്രദ്ധിക്കണ വെച്ചാൽ ചില സാരികളോ അല്ലെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അത് അധികം ഇടാതിരിക്കാൻ നോക്കും. അല്ലാതെ ഇപ്പൊ ചിലതൊക്കെ ഒരു സീനിലൊക്കെ ഇട്ടതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒരു 3-4 ഷെഡ്യൂൾ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഞാൻ ചെയ്യാറുണ്ട്. കാശ് ചെലവല്ലേ, ഫുൾ ഡ്രസ് മേടിച്ചു വീട്ടിൽ ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ടോ? അപ്പൊ ഞാനത് കൊടുക്കും. കുർത്തീസൊക്കെ അധികം യൂസ് ചെയ്യാത്തതൊക്കെ കുറച്ച് കഴിയുമ്പോ പിന്നെ ഇതിന്റെ ട്രെൻഡ് ഒക്കെ മാറുമല്ലോ. അതിന്റെ അല്ല, അലമാരിയില് സ്ഥലം ഇല്ല. വീട്ടില് വരും, നമ്മുടെ റൂം വരട്ടെ ഞാൻ പായോ അത്രയ്ക്ക് ഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് ഇവിടെ കൊടുത്ത് 9,000 രൂപയുടെ കൂപ്പൺ കിട്ടി. പക്ഷെ അത് വേസ്റ്റ് ആയി പോയി. എവിടെ കൊണ്ട് കൊടുത്ത്? നമ്മുടെ ഫാഷൻ ഫാക്ടറി അല്ലേ, അവിടെ അങ്ങനെ കൊണ്ട് കൊടുക്കാം. അവിടെ ഇടയ്ക്കുണ്ട്. അത് ജീൻസിന് ഇത്ര രൂപ, കുർത്തിക്ക് 100 രൂപ, അങ്ങനെ കൂപ്പണാട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പ്രോഡക്റ്റ് തന്നെ മേടിക്കാം. അപ്പൊ നമുക്ക് പുതിയത് അടുത്ത ഷൂട്ടിനുള്ളത് നമുക്ക് മേടിക്കാമല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ. ഞാനത് പക്ഷെ 9,000 അത്രയും രൂപയുടെ സാധനം വാങ്ങിച്ചാലല്ലേ ഇത്രയും. ഓ അങ്ങനെയുണ്ട്. ഞാൻ അങ്ങ് ആവശ്യമുള്ളപ്പോ മാത്രമേ ഡ്രസ്സ് എടുക്കലുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് ഈ സീരിയൽസും സിനിമയും ഈ പറഞ്ഞ പോലെ സെറ്റായ സിറ്റ്കോംസും ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്രേക്ഷകരിലെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു മൊമെന്റ് ഏതായിരുന്നു അഞ്ജനയുടെ? അല്ല ഞാൻ പേര് വിളിച്ചോട്ടെ? ഓക്കെ, ഒരു പ്രശ്നമില്ല. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതിപ്പോ പണ്ട് മുതലേ എങ്ങനെ ഉണ്ടല്ലോ. അപ്പോ നമുക്ക് ഒരു ഫസ്റ്റ് ഒരു മൊമെന്റ് ഓർമ്മ, അതായത് എന്നെ മനസ്സിലായല്ലേ, ഞാൻ പറയാം. കൊറേ കാലം 2008 ഏഷ്യാനെറ്റിലെ എങ്കിലും എന്റെ ഗോപാലകൃഷ്ണൻ എന്നൊരു സീരിയല്, മല്ലിക ആന്റി ഇല്ലേ, മല്ലിക സുകുമാരൻ, മല്ലികാമ്മയും മായ മോഷ്മി ചേച്ചി, ഡോക്ടർ ഷാജു, മണികണ്ഠൻ, ഞങ്ങൾ എത്ര, ഞാനായിരുന്നു മെയിൻ. വില്ലിയാണ് എന്നാൽ മെയിൻ ക്യാരക്ടറാണ്, പാവ എന്നാൽ വില്ലിയാണ്, ഇച്ചിരി കുനിഷ്ടൊക്കെ ഉള്ള. അപ്പം ഞാനിവിടെ നമ്മുടെ വനിതാ ഐസ് എക്സിബിഷൻ കാണാൻ പോയപ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്നൊരു ആൻറ്റി എന്നെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഷോക്കായിപ്പോൾ, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ചിരിച്ചു. ഒപ്പം പറയണേ അടിക്കാനായിട്ടാണ് വന്നത്, തല്ലുകൊള്ളി സ്വഭാവമാണ്, അടിക്കാനായിട്ടാണ് വന്നത്. പക്ഷെ മുഖത്തൊക്കെ ചിരിച്ചപ്പോഴത്തേക്കും പോയി. പക്ഷെ അതൊരു സന്തോഷാണ്. പിന്നെ നമ്മുടെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓടി ആദ്യമായിട്ട് വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ടൊരു അനുഭവം. വീട്ടുകാരുണ്ടായിരുന്നു അപ്പൊ കൂടെ? അച്ഛനും ഉണ്ടായിരുന്നു. പറയും അപ്പൊ പറഞ്ഞു ഞാൻ ഫേമസ് ആയിന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ പറയും. വീട്ടിലാരാ ഏറ്റവും സപ്പോർട്ട്?
അത് അമ്മയും ഇപ്പം അച്ഛനില്ല, അമ്മ പിന്നെ ബ്രദറും സപ്പോർട്ടാണ്. ബ്രദർ പക്ഷേ നല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്നും പറയും. ഒരു ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും അത് പറയും, എനിക്ക് ഡ്രസ് സെൻസ് തീരെയില്ല. അപ്പം പറയണേ ചിരി വൃത്തിമനായിട്ട്, ഡ്രസ്സിൻ്റെ വിലയിലല്ല, ഇച്ചിരി വൃത്തിമനായിട്ടൊക്കെ പോകണം. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഭയങ്കര കെയർലെസ് ആണ് ആ ഒരു കാര്യത്തിൽ. എന്നത് ചില സമയത്ത് സൈസ് കിട്ടൂല ഡ്രസ്സിന്, അപ്പൊ കിട്ടുന്ന ഇട്ടിട്ട് അങ്ങോട്ട് പോവാന്നുള്ളതാണല്ലോ. അപ്പൊ പറയുന്നു വൃത്തിയായിട്ട് പോവാ. നമ്മൾ നേരത്തെ കുശുമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് കുറച്ചൊരു കുശുമ്പും കുന്നായ്മയും ഉള്ള റോളൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് അഞ്ജനയുടെ അടുക്കലോട്ട് വരുന്നത്. അതെനിക്ക് അഭിനയിക്കേണ്ടി വരില്ലല്ലോ അതാവുമ്പോ. അല്ല, ഞാൻ അതാ ചോദിക്കാൻ വന്നത്, അതെന്താണ് അങ്ങനത്തെ ക്യാരക്ടർ എത്തുന്നത്? അതായത് നമുക്ക് ചെറിയൊരു കുശുമ്പൊക്കെ മുഖം കാണുമ്പോ തോന്നും, റിയൽ ലൈഫിൽ എങ്ങനെ? അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ചുമ്മാ എല്ലാവരും ഇപ്പൊ വലിയ ജാടയിലൊക്കെ പറഞ്ഞു അങ്ങനൊന്നും അല്ല. എല്ലാ ലേഡീസ് ആണോ കുശുമ്പും കുന്നായ്മ ഉണ്ടാവും, അത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നല്ല അണിഞ്ഞു വരിക ഒരു പെങ്കൊച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമല്ലോ. നമ്മൾ പറയാം ആ ഡ്രസ്സ് നോക്ക്, അല്ലെങ്കിൽ ആ കമ്മൽ നോക്ക്, അതായത് തലയിൽ ഹെയറിലിട്ടേക്ക് നോക്ക്, നമ്മൾ ചെരുപ്പ് വരെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് ക്യാരക്ടർ വരുമ്പോഴേ നമ്മൾ കുറെ അത് ചെയ്തിട്ട് നമുക്കൊരു ടയറിങ് തോന്നാറുണ്ടോ? ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒന്നും ക്യാരക്ടർ മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുമോ? തോന്നിയിട്ടുണ്ടോ? എനിക്കെന്താ വെച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് കോമഡി എന്നുള്ളൊരു ലേബലുണ്ട്. ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞു. പക്ഷേ കുറേ ആൾക്കിപ്പോൾ കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു മൂവിക്ക് വിളിച്ചിട്ട് ഡയറക്ടർ പറഞ്ഞിട്ടാണ് കൺട്രോളർ വിളിച്ചത്. അവസാനം പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റേ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അത് സാറ് പറഞ്ഞു അഞ്ജന കോമഡി ചെയ്യുന്നല്ലേ, അത് ഇച്ചിരി സീരിയസ് അല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, ആ സാറ് തന്നെയല്ലേ പറഞ്ഞിട്ട് വിളിച്ചത്? അപ്പം കോമഡി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇത് വന്ന് കുറേ മൂവീസ് പോയിട്ടുണ്ട്. അതൊരു വിഷമമുള്ള കാര്യം. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഇന്നല്ല മലയാളത്തിലെ മുൻനിരയിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാരും കോമഡിന്ന് വന്നവരാണ്. മാത്രല്ല ഇപ്പൊ അവർക്ക് വേറൊരു സ്പേസും കിട്ടുന്നുണ്ട്, കോമഡി ചെയ്തിട്ട് സീരിയസ് ക്യാരക്ടർ റോൾസ്, വില്ലൻ റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, നമുക്കൊരു ചാൻസ് തന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു വിഷമമാണ്. ഇപ്പൊ എല്ലാത്തിനും കോമഡിയിൽ മാത്രമേ വിളിക്കാറുള്ളൂ. എനിക്ക് വില്ലത്തിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കോമഡിയിൽ മാത്രമേ വിളിക്കാറുള്ളൂ. നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അതൊരു ആഗ്രഹമുണ്ട്, അതൊരു വിഷമം തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് എന്താ പറയുക, നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എപ്പോഴെങ്കിലും നല്ലൊരു, അതായത് ആഗ്രഹിക്കുന്ന പോലത്തെ കോമഡി അല്ലാതെ വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അഞ്ജനയുടെ അടുക്കലോട്ട് എത്തട്ടെ. പക്ഷേ എപ്പോഴും കോമഡി തന്നെയാട്ടോ കംഫർട്ടബിൾ. ചിരിപ്പിക്കാനല്ലേ പാടഞ്ജന? അത് പാടാണ്. അതിപ്പോ നമ്മള് ചളുവൊക്കെ അടിച്ചാലല്ല കുഴപ്പ. അല്ല, അതിപ്പോ എല്ലാരും അങ്ങനെ പറയണു. പക്ഷെ എനിക്ക് ചെയ്യാൻ കംഫർട്ടബിള് കോമഡി തന്നെയാണ്. അതിപ്പോ കുറെ കാലങ്ങളായിട്ട് അത് ചെയ്യണോണ്ടായിരിക്കാം. പക്ഷെ അല്ലാത്ത ക്യാരക്ടേഴ്സും ഈ സിനിമ അല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അഞ്ജനയുടെ തമാശകളൊക്കെ കേൾക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് സർക്കിളിൽ പോകുന്ന ഒരാളല്ല. അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ കൗണ്ടർ അടിക്കുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ടോ? അത് അച്ഛൻ ഉണ്ടായിരുന്നപ്പോ അങ്ങനെയാണ്. അച്ഛൻ ഇടയ്ക്കൊക്കെ കൗണ്ടർ അടിക്കുമായിരുന്നു, ഒരു അസ്ഥാനത്തൊക്കെ കൗണ്ടർ അടിക്കുമായിരുന്നു. അപ്പൊ ഞാന് ഇപ്പൊ ഞങ്ങളുടെ നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അല്ലാതെ ഇങ്ങനെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചളവൊക്കെ അടിക്കും. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇത് ഒരു 10 വർഷം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഇതുവരെയായിട്ടും അത് വർക്കമില്ല. ഇപ്പൊ വഴി കൂടെ പോണു പൂച്ചയ്ക്ക് വരെ ചാനലുണ്ട്. എന്നിട്ട് ഞാൻ പക്ഷെ നമ്മളിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഞാൻ പറഞ്ഞില്ല, 10 വർഷം മുമ്പുള്ള പ്ലാനിങ് ആയിരുന്നു. അല്ല, സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ലെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ യൂട്യൂബും വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും വീഡിയോ എടുക്കാൻ. ഇല്ല, ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പോലത്തെ അങ്ങനത്തെ അതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള പിള്ളേർക്ക് അങ്ങനത്തെ അത്ര ഷൈ അല്ല. അല്ലെ, എന്ത് ചുമ്മാ നടന്നു പോകുമ്പോ ഒരു വീഡിയോ എടുക്കാം, പല്ല് കേൾക്കുന്ന വീഡിയോ എടുക്കുക, നമുക്ക് അത് ഇച്ചിരി
ബുദ്ധിമുട്ടുള്ള കാര്യം. ഓ, നമ്മളിപ്പോ ചെയ്ത ക്യാരക്ടേഴ്സിലെ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും അഞ്ജനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏതാ സിനിമയിലും സീരിയലിലും? സിനിമയില് ഓഫ് കോഴ്സ് പുള്ളിപ്പുലികളും അട്ടൻകുട്ടിയിലെ കുളക്കടവ് രമണി അത് തന്നെയാണ്. കാര്യം മലയാള സിനിമയിൽ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് അത് തന്നെയാണ്. അപ്പം അതിലെനിക്ക് ഫുൾ ലാൽജോ സാറും സിന്ധുരാജേട്ടനോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ടി വിയിലാണെങ്കിൽ ആദ്യം ഞാൻ ചെയ്ത സീരിയല് താലി മല്ലികാമ്മയുടെ മോളായിട്ടായിരുന്നു. അത് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് സീരിയൽ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇതാണല്ലോ. പിന്നെ ഏഷ്യാനെറ്റിലെങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ അതിലത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തല്ലുപൊളി സ്വഭാവമുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിലെ തന്നെ വെള്ളാനകളുടെ നാട് അതിൽ കുഞ്ഞുമോൾ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഫേവറേറ്റ് പറയാനാ പറഞ്ഞത്. ഇരുന്ന് അഭിനയിച്ച സീരിയലിലെ മുഴുവൻ ക്യാരക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇത്രേ സെലക്ട് ചെയ്തുള്ളൂ. എന്റെ മനസ്സ് പറയുന്ന കാര്യം ഈ 3 എണ്ണമാണ് ടി വിയിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ്. താങ്ക് യു സോ മച്ച് അഞ്ജന. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.